രാഹുൽ മാങ്കൂട്ടത്തെ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഇവിടെ സ്ഥാനാർത്ഥി മുകളിലേക്ക് വരുന്നത്. ആ രാഹുലല്ല, രാഹുൽ ഗാന്ധി നിന്നാലും സോണിയാഗാന്ധി നിന്നാലും പ്രിയങ്ക ഗാന്ധി നിന്നാലും പ്രിയങ്ക മേനക ലംബ തിലോത്തമ വന്ന് നഗ്ന നൃത്തം ചെയ്താലും കോൺഗ്രസിനെ തോൽപ്പിക്കുക, അത് ഞങ്ങൾ നടപ്പാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുക്കുകയാണ്. BJP വലിയ പ്രതീക്ഷയിലാണുള്ളത്. പാലക്കാട് ജില്ലയിൽ തന്നെ പല സീറ്റുകളും നേടാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലുമായിട്ട് BJPയുടെ പാലക്കാട് ജില്ലാ നേതൃത്വവും അതുപോലെ സംസ്ഥാന നേതൃത്വത്തിൽപ്പെടുന്ന ചില ആളുകളുമൊക്കെ രാഹുൽ മാങ്കൂട്ടവുമായി ചർച്ച നടത്തി രാഹുൽ വരികയാണെങ്കിൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള വാഗ്ദാനങ്ങളുമൊക്കെ നൽകി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുലിനെതിരെ ഒരു പരാതി കൊടുക്കുകയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയപ്പോൾ BJP അതിൽ നിന്ന് പിന്തിരിയണം, അത്തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്ന് ഈ മിസ്റ്റർ ഹസ്ബൻഡിനോട് BJP ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടവുമായി ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചതും മുൻ നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള പ്രമീള ശശിധരനും അതുപോലെ ശിവരാജനും ചേർന്നിട്ടാണ് എന്ന്. ഇന്നിപ്പോൾ ശിവരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശിവരാജൻ പറയുന്നത് രാഹുലിനെ അനുകൂലിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ പുകഴ്ത്തിയും സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാലക്കാട് വിജയിക്കില്ല എന്ന് തന്നെയാണ് ശിവരാജൻ പറയുന്നത്. അതോടൊപ്പം ശിവരാജൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ രാഹുലുമായിട്ടുള്ള ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഒഴിഞ്ഞു മാറിയുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടിയാണ് ശിവരാജൻ നടത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ശിവരാജനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് തുറന്ന് പറയുന്നില്ല. എന്നാൽ ശിവരാജിൻ്റെ നാവിൻ്റെ തുമ്പത്തേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരോക്ഷ പിന്തുണ നൽകുന്നതിനും ശിവരാജൻ തയ്യാറാകുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതോടൊപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 18,000 വോട്ടായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് ചോദിച്ചപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച ഭൂരിപക്ഷമല്ലേ, അതല്ലാതെ കോൺഗ്രസിന് ലഭിച്ച ഭൂരിപക്ഷമാണോ എന്നാണ് ആര് ചോദിക്കുന്നത്? ശിവരാജൻ ചോദിക്കുന്നത്. അപ്പോൾ ശിവരാജൻ്റെ ഈ ഒരു പ്രതികരണം, ആ ഒരു പ്രതികരണം മുഴുവനായിട്ട് കേട്ട് കഴിയുമ്പോൾ ഒരു 10-11 മിനിറ്റ് ഉണ്ട്. അതാണ് ഞാനത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പ്ലേ ചെയ്യിപ്പിക്കാത്തത്. അപ്പോൾ ആ ഒരു പ്രതികരണം കേട്ട് കഴിയുമ്പോൾ ശിവരാജൻ എന്തൊക്കെയോ ഒളിച്ചു പിടിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ ഒന്നും അങ്ങോട്ട് തുറന്നു പറയുന്നില്ല. എന്നാൽ അവിടെയും ഇവിടെയും ഒക്കെ ചില രാഹുലിനെ പിന്തുണച്ചുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നതും കാണാൻ കഴിയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ ദിവസവും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ BJP നേതൃത്വം രാഹുൽ മാങ്കൂട്ടവുമായി ചർച്ച നടത്തി എന്ന് വെളിപ്പെടുത്തിയത് ഈ പരാതിക്കാരിയുടെ ഭർത്താവായിട്ടുള്ള ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അഥവാ യുവമോർച്ചയിൽ നിന്ന് നടപടി നേരിട്ട് പുറത്തേക്ക് പോയ യുവമോർച്ചയുടെ നേതാവായിരുന്ന ഈ വ്യക്തിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട്, അതിൽ ഇങ്ങനെ ചില വാഗ്ദാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞത്. അതിനോട് രാഹുൽ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അയാൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിനെക്കുറിച്ച് നമുക്കും യാതൊരു അറിവുമില്ല. അപ്പോൾ ആ വ്യക്തി, ഈ യുവമോർച്ചയുടെ നേതാവായ വ്യക്തി, ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി പറഞ്ഞതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ BJP വെച്ചിരിക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ വരികയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുൽ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആളുമല്ല. രാഹുൽ അങ്ങനെ പോവില്ല എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും. ഇനി രാഹുൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് കാരണം അയാളിലേക്കാണ്. കാരണം അയാൾ പാർട്ടിക്ക് പുറത്താണ്, കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അയാളുടെ രാഷ്ട്രീയ ജീവിതം അത് മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ എന്തും തീരുമാനിച്ചേക്കാം. അതിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ നിലവിൽ എന്താണെങ്കിലും ഒരു തീരുമാനത്തിലേക്കും രാഹുൽ മാങ്കൂട്ടം കടന്നിട്ടില്ല. ഈ രാഹുലുമായി ചർച്ചയ്ക്ക് വന്ന BJPയുടെ നേതാക്കളും അവർ രാഹുലിനോട് പറഞ്ഞ കാര്യങ്ങളും അവർ രാഹുലിന് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങളും ഒക്കെ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇന്ന്
ഇന്ന് രാവിലെയാണ് ശിവരാജൻ എന്ന് പറഞ്ഞാൽ BJPയുടെ മുതിർന്ന നേതാവാണ് പാലക്കാട്ടെ. അതുപോലെ നഗരസഭയുടെ കൗൺസിലറായി വർഷങ്ങളോളം തുടർന്ന വ്യക്തിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ശിവരാജൻ മത്സരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ്. എന്നിരുന്നാലും ശിവരാജന്റെ വാക്കുകളിൽ ചിലതൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്നുള്ളത് തന്നെ നമുക്ക് ശിവരാജന്റെ ഈ ഒരു പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്കും മനസ്സിലാവും. കാരണം ശിവരാജൻ പറയുന്ന കാര്യങ്ങൾ അതിപ്പോൾ ഇവിടെ എല്ലാം കേൾപ്പിക്കണമെങ്കിൽ ഞാനൊരു അരമണിക്കൂറിന്റെ വീഡിയോ നിങ്ങളെ ആയിട്ട് പങ്കുവെക്കേണ്ടി വരും. ആ ഒരു ദൈർഘ്യം പരിഗണിച്ചിട്ടാണ് അത്രമാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാത്തത്. അപ്പോൾ ശിവരാജന്റെ വാക്കുകളിൽ ചിലതൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത്രയൊക്കെ പല ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശിക്കാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒരു വാക്ക് പ്രയോഗിക്കാനോ ശിവരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇടയ്ക്കൊക്കെ രാഹുലിനെ പുകഴ്ത്തിക്കൊണ്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ശിവരാജൻ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. രാഹുലിനെ പുകഴ്ത്തുന്നുണ്ട്, അതേ ശിവരാജൻ തന്നെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ മാധ്യമപ്രവർത്തകൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ശിവരാജൻ ചിലതൊന്നും അങ്ങ് വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല. ഒരു പുഞ്ചിരിയിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശിവരാജന്റെ ഈ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇന്നലെ നിങ്ങളുമായി പങ്കുവെച്ച ഈ അതിജീവിതയുടെ ഭർത്താവ് പങ്കുവെച്ച അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ കാര്യങ്ങളെ വീണ്ടും ബലപ്പെടുത്തുന്ന രീതിയിലാണ് ശിവരാജന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എടുത്തു ചോദിക്കുന്നുണ്ട്, കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണല്ലോ, 18,000-ലധികം ഭൂരിപക്ഷം ഉണ്ടായതാണല്ലോ എന്നൊക്കെ പറയുമ്പോഴും ശിവരാജൻ അതിന് പറഞ്ഞ ന്യായീകരണം എന്ന് പറഞ്ഞത് അത് കോൺഗ്രസിന് കിട്ടിയ ഭൂരിപക്ഷമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഭൂരിപക്ഷമാണ് എന്നാണ് പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ രാഹുൽ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അത് BJPക്ക് പാലക്കാട് നിയോജക മണ്ഡലം പിടിക്കാനും കേരളത്തിൽ BJPയുടെ ഒരു MLA എന്നുള്ള ആഗ്രഹത്തിലേക്കും കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ ചില നീക്കങ്ങൾ BJP നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു തർക്കവും ഇല്ലാതെയായിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് രാഹുൽ എന്ത് പ്രതികരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. കാരണം രാഹുൽ ആണെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നില്ല, രാഹുൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റുള്ളിടങ്ങളിലോ യാതൊരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മൂലകളിൽ നിന്ന്, കോർണറുകളിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഞാൻ ചില അന്വേഷണങ്ങളൊക്കെ നടത്തി നോക്കി. പക്ഷേ ആരും തന്നെ അങ്ങനെ ഒരു തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത്തരത്തിലുള്ള ചില സംഭാഷണങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിലൊന്നും ആരും ഓപ്പണായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാവരും അത് സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. അതിലിപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത്, രാഹുൽ പറഞ്ഞ അതേ വാചകമാണ് എന്നോട് പറഞ്ഞത്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ, അത് വന്നു കഴിയുമ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയിലേക്ക് എത്തുന്നില്ല. BJP ക്യാമ്പിൽ നിന്ന് ചില ആളുകൾ ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ പാലക്കാട് തന്നെ ഉണ്ട് താനും. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഒരു വിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ മുകളിൽ ഇപ്പോഴും എനിക്കുള്ളത്, രാഹുൽ ഇനിയിപ്പോൾ സീറ്റ് നൽകിയില്ല, രാഷ്ട്രീയ ജീവിതമല്ല പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കില്ല എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെ ആവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആരെയും പോലെയല്ല രാഹുൽ എന്നുള്ളത്. നമ്മൾ അയാളിന് കൈയടിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതും അയാൾക്ക് വേണ്ടി സംസാരിച്ചതുമൊക്കെ അയാളുടെ രാഷ്ട്രീയം, അയാളുടെ ആദർശം, അയാളുടെ വാക്കുകൾ, അയാളുടെ നിലപാടുകൾ ഇതൊക്കെ കണ്ടിട്ടാണ്. അങ്ങനെ ഒരു മനുഷ്യൻ
ഇതും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മറുകണ്ഠം ചാടുക എന്ന് പറയുന്നത് അത് ബിയോണ്ട് ഇമാജിനേഷനാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ കാരണം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ അയാളുടെ പൊതുജീവിതം അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്, അല്ലേ? കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നു. കോടതി ഇന്നേ നിമിഷം വരെ അയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അയാളെക്കുറിച്ചോ അയാളുടെ തിരിച്ചുവരവിനെക്കുറിച്ചോ ഒന്നും യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ അയാൾ മറുകണ്ഠം ചാടിയാൽ അതിൽ പിന്നെ നമുക്ക് ഒരു പ്രത്യേകിച്ച് അയാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അയാളെ വിമർശിക്കുവാനോ ഉള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുലിൻ്റെ തീരുമാനം എന്താണെങ്കിലും അത് അയാൾക്ക് വിട്ടുകൊടുത്തതാണ്. പക്ഷേ അവിടെയും ഇത്രയും കാലം രാഹുലിന് വേണ്ടി സംസാരിച്ച വ്യക്തി എന്ന നിലയിൽ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് എന്ത് പറയുമെന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ അപ്പോഴും ഒരു ഹോപ്പുള്ളത് രാഹുൽ ഇതുവരെ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. രാഹുൽ മറുകണ്ഠം ചാടില്ല. അയാൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നാലും ഇത്തരത്തിലൊരു നെറികെട്ട ഏർപ്പാടിന് അയാൾ കൂട്ടുനിൽക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ്.